ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു, പൂക്കളിടാനുള്ള കളം രാജു വരയ്ക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ? ശരി മാഡം. ആമ്പലും അമ്പിളിയും പോലെ രണ്ടുപേര് എന്തൊരു ചേർച്ച. അമ്മ വരാതിരിക്കോ? അതെന്താ മോനെ അങ്ങനെ ചോദിച്ചേ? ഞാൻ എന്റെ മോനോട് നുണ പറയൂ? തീർച്ചയായും ഞാൻ വരും. ശരി അമ്മേ. ഞാൻ ബൈക്കില, നിങ്ങളെല്ലാരും റോട്ടില് വാ. ശരിയല്ലേ? ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തിട്ട് ഒത്തിരി നാളായി. ഞാനും കൂടെ വരാം. അമ്മ കേറ്. ഒത്തിരി നാളായതാ. ഹെൽപ്പ് മീ. പറമ്പില് മുക്കൂറ്റിയും കണ്ണാന്തളിയും കാക്കപ്പൂവും ഒന്നും ഇപ്പൊ കാണാനില്ല. ഇപ്പൊ നമ്മുടെ നാട്ടുപാതകളില് ഓണപ്പൂക്കളൊന്നും കിട്ടാറുമില്ല. എന്തായാലും പൂക്കള് നമുക്ക് നന്നായിട്ട് ഇടണം ചേച്ചി. ശരി അപ്പു. കുട്ടികളായ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാ അമ്മമ്മ ഈ ഓണാഘോഷം ഒരുക്കിയത്. അത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണം. ഈ ഓണത്തിന്റെ ഐതിഹ്യം എന്താണെന്നറിയാലോ? അത് പഠിച്ചിട്ടുണ്ട് ചെറിയമ്മേ. മഹാബലി എന്നുള്ള ഒരു ചക്രവർത്തി അസുര ചക്രവർത്തി. ആ ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നുവെന്നും. കേരളം അല്ല അപ്പു, മലയാള നാട്. അന്ന് കേരളം ഇല്ല. അതെ, അദ്ദേഹം നന്മകളും ദാനശീലവുമുള്ള ഒരു നല്ല ചക്രവർത്തി ആയിരുന്നു എന്നും. അദ്ദേഹത്തെ 3 അടി മണ്ണ് ദാനം ചോദിച്ചു വന്ന് വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നും ആ മാവേലി വർഷത്തിലൊരിക്കൽ നാട് കാണാൻ വരുന്നെന്നും ആ കാലമാണ് ഓണക്കാലമെന്നും. അല്ല, ഈ കഥയൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളല്ലേ. എന്നാലും ഈ ഓണക്കാലത്തെങ്കിലും മാവേലിയെ നമ്മൾ ഓർക്കണം. ആ നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? അളിയന്റെ അമ്മ ഇറങ്ങിക്കോ. ഇതാണോ രാജമോനെ വർമ്മ സാറിന്റെ വീട്? അതെ. അമ്മോ, ഇതുപോലത്തെ 100 കൊട്ടാരങ്ങൾ വേറെയും കാണൂലേ? അളിയന്റെ അമ്മ വാ. ചെറിയമേ, ദേ രാജു വന്നു. ഇത് എന്റെ അളിയന്റെ അമ്മയാ. പേര് കൊച്ചമണി. കൊച്ചമ്മണി എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാ. ശരിയായ പേര് ചാരുലത എന്നും ആര്യാദേവി എന്നുമാ. എല്ലാത്തിന്റെയും കഴുത്തിൽ എന്തോരം സ്വർണ്ണമാ കിടക്കുന്നത്. എല്ലാരും കൂടെ പൂക്കളം ഇടുവായിരുന്നല്ലയോ? അതെ. ഓ, ഇപ്പൊ എവിടാ ഓണപ്പൂക്കള്? മണ്ണില് മുഴുവനും മനുഷ്യര് വിഷമടിച്ച് കയറ്റിയിരിക്കുമല്ലയോ? ഓ, ഞങ്ങളുടെ കാലത്ത് ചിങ്ങം പിറന്നാല് ഞങ്ങളുടെ പറമ്പിൽ ഓണപ്പൂക്കളുടെ പെരുന്നാളായിരുന്നു. അന്നത്തെ ഓണക്കാലമായിരുന്നു ഓണക്കാലം. അത്തം മുതൽ ഉത്രട്ടാതി വരെ വട്ടക്കളി, കോലുകളി, ഓണക്കളി, പന്തുകളി,
ഓ എന്ന് വേണ്ട, നാട്ടിൻ പുറത്ത് ഒത്തിരി കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഞാന് കൈകൊട്ടിക്കളിയുടെ ആശാട്ടിയായിരുന്നു. ആശാട്ടി മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളം പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. വല്യമ്മച്ചിട്ട് പാട്ടേ അടിപൊളി. ഇനിയും പാടണം. ഓണം നമുക്ക് തകർക്കണം. തകർക്കണം. രാജുമോനെ, ആ, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. ആ, ഇത് വർമ്മ സാറിന്റെ അനുജൻ ശേഖര സാറിന്റെ വൈഫ് യാമിനി മാഡം. ആ, ആ, ഇത് അപ്പു, യാമിനി മാഡത്തിന്റെ മകളാ. ആ, ഇത് പിന്നെ ആ, ധൃതിയ മോള്. രാജു, പൂക്കളിടാനുള്ള കളം രാജു വരയ്ക്കണം. ആ, അങ്ങനെയൊക്കെ ഉണ്ടോ? ശരി മാഡം. ശ്ശോ, ആമ്പലും അമ്പിളിയും പോലെ രണ്ടുപേര് എന്തൊരു ചേർച്ച. സാർ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. രാജു, വർമ്മ സാറിനെ കാണാൻ വന്നല്ലേ? ആ അതെ. ആ, നിങ്ങൾ ഇരിക്കെ, ഞാൻ സാറിനെ വിളിക്കാം. ശരി. അളിയന്റെ മേരിക്കെ. അമ്മേ, അമ്മ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായ വേണ്ട, ജ്യൂസ് മതി. ശരി. പടം കൊള്ളാം. പത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയും ഇല്ല. അവിടെ കട എന്തൊരു പത്രം ഇത്. പത്രം തുറന്നു നോക്കിയാ കത്തിക്കുത്ത്, കള്ളനോട്ടടി, ബലാസംഗം. എന്ത് ചെയ്യാം, നശിച്ച ഒരു നാട്. ഓ, അല്ല, മന്ത്രിയെ കാണാൻ വന്നാണോ? മന്ത്രിയെ കാണാൻ വന്നതോ? അങ്ങനെ എന്നെ ക്ഷണിച്ചിട്ട് വന്നതാ. ആ പോയ രാജു ഇല്ലേ, മന്ത്രിയുടെ പിയെ? രാജു സാറ്. ആ, അവന്റെ അമ്മുമ്മയാ ഞാൻ. അവനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ ഞാനാ. നിങ്ങൾ മന്ത്രിയെ കാണാൻ വന്നതാണോ? ആ അതെ, ഞങ്ങള് മന്ത്രിയെ കാണാൻ വേണ്ടി വന്ന. തള്ള വള്ളിയ മിണ്ടായിരുന്ന നടക്കേടിയത് രക്ഷപ്പെടാം. അല്ല, നിങ്ങള് രാഷ്ട്രീയക്കാരല്ലേ? ആ, ആഹാ, ഞാനും ഒരു രാഷ്ട്രീയ നേതാവാ. കേട്ട് കാണും, മുണ്ടയ്ക്കൽ കൊച്ചമ്മിണി. അതാണ്. നിങ്ങൾ എങ്ങനെയാ കേട്ടത്? പുന്നത്തൂർ കോട്ടയിലെ ഒരു പിടിയാനയല്ലേ മുണ്ടക്കൽ കൊച്ചമണി? എന്റെ നാവിന്ന് വലതും.